കേന്ദ്ര ഗവൺമെന്റ് തരേണ്ട ഫണ്ട് അവരോട് ഏറ്റുമുട്ടാതെ വാങ്ങും. അപ്പൊ ആ ഫണ്ട് കിട്ടുമെന്ന് ഉറപ്പായി. ജനങ്ങളിൽ നിന്ന് അവരെ നോവിക്കാതെ തേനെടുക്കുന്നത് പോലെ ടാക്സ് വാങ്ങും. അപ്പൊ വരുമാനം കുറയില്ലല്ലോ. പിന്നെ ഇതെന്തിനാ കുറച്ചത്? വരുമാനം കൂടുമ്പോഴും തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന ഫണ്ട് എന്തിനാണ് UDF-ഉം VD സതീശനും കുറച്ചത് എന്ന ചോദ്യത്തിന് VD സതീശനും UDF-ഉം ഉത്തരം പറഞ്ഞേ പറ്റൂ. ആ ഉത്തരം ജനങ്ങൾ നിങ്ങളെ കൊണ്ട് പറയിക്കും. എന്തിനാ ചുരുക്കുന്നത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളോട് നിങ്ങൾക്കുള്ള വിയോജിപ്പ് കൊണ്ടാണ്. അധികാരം താഴെ തരുമ്പോൾ അത് പ്രയോഗിക്കണമെങ്കിൽ പണവും കൊടുക്കണം. അധികാരമൊക്കെ പഞ്ചായത്തിന് കൊടുത്തിട്ട് പൈസ ഒന്നും കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? പഴയ പഞ്ചായത്ത് മെമ്പർമാരുണ്ടായിരുന്നല്ലോ നമ്മുടെ നാട്ടിൽ. 63 മുതൽ 79 വരെ 16 കൊല്ലം പഞ്ചായത്ത് മെമ്പർമാരായ ആളുകൾ ആരെങ്കിലും ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടാവും. അവരെ പ്രധാനപ്പെട്ട പണി കല്യാണത്തിന് നോക്കാണ്. 2 മാസത്തിലൊരിക്കൽ പഞ്ചായത്ത് യോഗം വിളിക്കുമ്പോൾ അവിടെയും വരും. പഞ്ചായത്ത് പ്രസിഡന്റ് എവിടെ ഇരിക്കില്ല, പഞ്ചായത്ത് ഓഫീസിൽ ഇരിക്കേണ്ട കാര്യമില്ല. അവിടാണ് യഥാർത്ഥത്തിൽ അന്നാണ് പൂച്ച വെട്ടി കിടന്നത്. ഇയാൾ ഇരിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെയായിരുന്നു പഞ്ചായത്ത്. ഇപ്പൊ പഞ്ചായത്ത് അങ്ങനെയല്ല, അധികാരം കിട്ടി. ഇന്ത്യയുടെ ചരിത്രത്തിലേക്ക് ആദ്യമായി 50% സ്ത്രീകൾക്ക് സംവരണം ചെയ്യുന്ന ബില്ല് എവിടെ അവതരിപ്പിച്ചത്? കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയാണ്. UDF-ന്റെ ആളുകൾ ഭരിക്കുന്ന സ്ഥലത്തല്ല. UDF ഇവിടെ ഉള്ളൂ, പക്ഷെ കോൺഗ്രസ് മറ്റു സ്ഥലങ്ങളുണ്ടല്ലോ. അവരൊന്നും ഭരിക്കുന്ന സ്ഥലത്തല്ല 50% സ്ത്രീകൾക്ക് സംവരണം ഏർപ്പെടുത്തിയത്. 50% സംവരണം ഏർപ്പെടുത്തിയ സീറ്റ് 11 ആണെങ്കിൽ എത്ര ഉണ്ടാവും സ്ത്രീകൾക്ക്? 11 സീറ്റുള്ള ഒരു പഞ്ചായത്താണെങ്കിൽ എത്ര ഉണ്ടാവും? 6 എണ്ണായിരിക്ക സ്ത്രീകൾക്കാണ്. 1 SC-ക്ക് കൊടുത്തു. അപ്പൊ എത്രയായി? 7. 11-ൽ 7 പോയ ബാക്കി ആർക്ക്? 4 എണ്ണം ആർക്കുള്ളൂ? ഈ വിപ്ലവകരമായ അടുക്കളയിൽ ഇരിക്കണമെന്ന് ആളുകൾ തീരുമാനിച്ചു വെച്ച പുരുഷ മേധാവിത്വത്തിൽ നിന്ന് മോചനം നൽകിയ ഭരണ സംവിധാനം കൊണ്ടുവന്നത് ആരാണ്? നിയമനിർമ്മാണം നടത്തിയത് ഇടതുപക്ഷ മുന്നണിയാണ്. നിങ്ങൾ അനുകൂലിച്ചിട്ടല്ല അത്. നിങ്ങൾ ഏത് കാലത്തും അധികാരം അവിടെ ഇരിക്കണം. അവിടെ ഇരുന്നാലേ ആവശ്യമായ സാധനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഈ ബീരാൻകുട്ടി ഉണ്ടാക്കണമല്ലോ. ബീരാൻകുട്ടി എന്ന് പറഞ്ഞാൽ ഇതിലേതെങ്കിലും ഒരു ബീരാൻകുട്ടി ഉണ്ടെങ്കിൽ പ്രതിഷേധിക്കരുത് കേട്ടാ. മറ്റേതിന്റെ പേര് ഞാൻ പറഞ്ഞതാണ്. ഈ ബീരാൻകുട്ടി ഉണ്ടാക്കണമല്ലോ, അതിന് അധികാരം എവിടെ വരണം? അതിന്റെ സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. +2 +2-ലേക്ക് വരേണ്ട SSLC പാസ്സായ കുട്ടികൾക്ക് +1-ലേക്ക് വരണമെങ്കിൽ എന്ത് വേണം? സീറ്റ് വേണ്ടേ? അതെല്ലാ കാലത്തും ഇവിടെ കുറവാണ്. മലബാർ മേഖലയിൽ കുറവാണ്. അത് ഇടതുപക്ഷം ഭരിക്കുമ്പോൾ കുറവാണ്. അപ്പൊ എന്താ ചെയ്തിരുന്നത്? ഒന്ന് അഡീഷണൽ ആയിട്ട് ബാച്ച് അനുവദിക്കും, പിന്നെ സീറ്റും അനുവദിക്കും. ഇങ്ങനെ ചെയ്യാറ്. ഇപ്പൊ UDF-ന്റെ കാലത്ത് അനുവദിച്ചു, ബാച്ച് അനുവദിച്ചപ്പോ 120 ബാച്ചുകളിൽ മഹാഭൂരിഭാഗവും എവിടെയാ കൊടുത്തത്? എയ്ഡഡ് സ്കൂളിലേക്കാണ്. LDF ഗവൺമെന്റ് കൊടുത്തതെല്ലാം ഗവൺമെന്റ് സ്കൂളിലേക്കാണ്. എന്താ വ്യത്യാസം? എന്നിട്ട് അതിന് അപേക്ഷ വാങ്ങിയത് MLA-മാരാണ്. MLA അപേക്ഷ ഇപ്പൊ കുട്ടികളുടെ വാങ്ങുന്നുണ്ട്. ഏത്? +1-ലെ കുട്ടികളുടെ ഒരു അപേക്ഷ ആര് വാങ്ങുന്നുണ്ട്? പൊന്നാനിയിലെ MLA വാങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. മൂപ്പർ എന്നാണ് ഹെഡ്മാസ്റ്റർ ആയതെന്ന് അറിയില്ല. +2-ലെ പ്രിൻസിപ്പൾ അയക്കുന്നു മൂപ്പര് ഹയർ സെക്കൻഡറിയില്. ഇത് MLA-മാര് വഴി വാങ്ങി. എന്നിട്ട് ഇട്ടുള്ളവർക്ക് എന്ത് കൊടുത്തു? ബാച്ച് അനുവദിച്ചു. ഏതാ ബാച്ച് അനുവദിച്ചത്? നല്ല ശ്രദ്ധിച്ചു നോക്കേണ്ടതാണ് എല്ലാം. ബാച്ച് അനുവദിച്ചതിൽ 90% സയൻസ്. എങ്ങനെ? സീറ്റ് കിട്ടാത്ത കുട്ടികളുടെ മാർക്ക് എങ്ങനെ ഉണ്ടാവും? എങ്ങനെയാണ് സെലക്ഷൻ നടക്കുക നാട്ടിൽ? കൂടുതൽ മാർക്ക് കിട്ടിയവർക്കൊക്കെ എവിടെ കിട്ടി? അവരെല്ലാം സീറ്റ് കിട്ടിക്കഴിഞ്ഞു. പിന്നെ കുറഞ്ഞ മാർക്കേരാണ് ബാക്കിയുള്ളവർ. അങ്ങനെ തന്നെയല്ലേ സെലക്ഷൻ? അപ്പൊ കുറഞ്ഞ മാർക്കുള്ള ആളുകൾക്ക് പിന്നെ എന്തിനാണ് സയൻസ് തന്നെ കൊടുക്കണമെന്ന് നിർബന്ധം? സയൻസ് കൊടുത്താലേ പൈസ കൂടുതൽ വാങ്ങാൻ മാനേജർക്ക് സൗകര്യം ഉണ്ടാവുള്ളൂ. കാരണം കൊമേഴ്സിനും സയൻസിനും ഹ്യൂമാനിറ്റീസിനും ഒരു റേറ്റ് അല്ല. ഞാൻ പറയുന്നത് ശരിയല്ലെങ്കിൽ നിങ്ങളൊന്ന് ചോദിച്ചാൽ മതി. ഏറ്റവും കൂടുതൽ മാനേജർ റേറ്റ് വാങ്ങുന്നത് ഏതിനാ? സയൻസ് ഗ്രൂപ്പിനാണ്. 120-ൽ 90 സയൻസ് ഗ്രൂപ്പിനാണ് കൊടുത്തത്. എന്തിനാ? സയൻസിന് കുട്ടികൾ ചോദിച്ചിട്ടല്ല, ഇവരെ അനുവദിക്കുകയാണ്.
ഇപ്പൊ സയൻസ് ഗ്രൂപ്പിന് കൊടുത്താൽ മാനേജർക്ക് പൈസ വാങ്ങാൻ എളുപ്പം, കൂടുതൽ വാങ്ങാം. ഹ്യൂമാനിറ്റീസ് കൊടുത്താൽ 15 ആണെങ്കിൽ സയൻസ് കൊടുത്താൽ 40 കിട്ടും. പൈസ വാങ്ങാൻ എളുപ്പമാക്കി. അപ്പോഴോ റെക്കമെൻഡ് ചെയ്യുന്ന ആളുകൾക്ക് വാങ്ങാനും എളുപ്പമായി. 2 മാസം കൊണ്ട് അഴിമതി എങ്ങനെയാണ്, പൂമ്പാറ്റ എങ്ങനെയാണ് കുടിക്കുന്നത് എന്നുള്ളത് ഇപ്പൊ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരികയാണ്. ഇങ്ങനെയാണ് ഭരണം. അതുകൊണ്ട് അധികാരമെല്ലാം എവിടെ വേണം? തിരുവനന്തപുരത്ത് വേണം. അധികാരമെല്ലാം കേന്ദ്രത്തിൽ വേണം, ഇങ്ങോട്ട് കൊടുക്കരുത്. അതിനെതിരാണ് ഇടതുപക്ഷ മുന്നണി, ഇന്ന് മാത്രമല്ല എന്നും. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്താരാഷ്ട്ര പഠനം കൊണ്ട് CMSന്റെ നേതൃത്വത്തിൽ നടത്തിയ ഒരു പുതിയ സംവിധാനം കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി രൂപപ്പെടുത്തിയത്. ആ രൂപപ്പെടുത്തിയതിന്റെ ഭാഗമായി ആദ്യം വന്നതാണ് 1990 ജില്ലാ കൗൺസിൽ. കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് വന്നിട്ടില്ല. ലീഗ് അള്ളാന്റെ അനുഗ്രഹം കൊണ്ട് ഒരു സംസ്ഥാനം ഇതുവരെ ഭരിച്ചിട്ടില്ല, ഇങ്ങോട്ട് ഭരിക്കാനും പോകുന്നില്ല. അതുകൊണ്ട് അവരെ ഞാൻ കുറ്റം പറയുന്നു. കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തും അങ്ങനെ നിയമം വന്നിട്ടില്ല. എങ്ങനെയായിരുന്നു നിയമം? ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്തിന്റെ സെക്രട്ടറി, ജില്ലാ കൗൺസിൽ പ്രസിഡന്റ് തെരഞ്ഞെടുക്കപ്പെട്ട ആൾ. ജില്ലാ കൗൺസിലിന്റെ സെക്രട്ടറി ആരായിരുന്നു? ജില്ലാ കലക്ടർ. 90 ജില്ലാ കൗൺസിലിന്റെ പ്രസിഡന്റ് തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലാ കൗൺസിലിന്റെ പ്രസിഡന്റ്. സെക്രട്ടറി ആരാ? ജില്ലാ കലക്ടർ. അതിന് പേരെന്താ EMS പറഞ്ഞത്? ജില്ലാ ഭരണകൂടം. ജില്ലാ ഭരണകൂടം. EMSന്റെ ദർശനം അദ്ദേഹം അവതരിപ്പിച്ചു. ആഭ്യന്തര സുരക്ഷ ഒഴികെയുള്ള ബാക്കി എല്ലാ അധികാരങ്ങളും നമുക്ക് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് നൽകാം. പോലീസും പട്ടാളവും കൊടുക്കേണ്ടത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് പടിപടിയായി പതുക്കെ പതുക്കെ ആർക്ക് നൽകാം? തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് നൽകാം. അതിന്റെ ആദ്യ പടിയാണ് ജില്ലാ കൗൺസിൽ 90 91 അധികാരത്തിൽ വന്ന UDF, ലീഗും കോൺഗ്രസുമുള്ള മന്ത്രിസഭ അത് പിരിച്ചുവിട്ടു. അപ്പൊ നിങ്ങളുടെ സമീപനം എന്താ? നിങ്ങളുടെ സമീപനം അധികാര വികേന്ദ്രീകരണത്തിനെതിരാണ്. അധികാരം കേന്ദ്രീകരിച്ചാലേ പണം ഉണ്ടാക്കാൻ സാധിക്കൂ. ഇല്ലെങ്കിൽ പഞ്ചായത്തിന് കൊടുത്ത കയ്യിൽ നിന്ന് പഞ്ചായത്തുകാർക്ക് എന്തെങ്കിലും വാങ്ങാം എന്നുള്ളതല്ലാതെ നിങ്ങൾക്കൊന്നും വാങ്ങാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് അധികാരമെല്ലാം അവിടെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് UDFന്റെ നേതാക്കന്മാരായി വിരാജിക്കുന്നവർ. എല്ലാ സാധാരണക്കാരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്, അടച്ചു കുറ്റം പറയുകയല്ല. UDFന്റെ നേതാക്കന്മാർ അവിടെ പണമുണ്ടാക്കുന്നതിന് വേണ്ടി അധികാരം കയ്യിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ടാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് നൽകാത്തത്, ഫണ്ട് കുറയ്ക്കണമെന്ന് തീരുമാനിക്കുന്നത്. ഫണ്ട് വരാത്തത് കൊണ്ടല്ല, വരുമാനം കുറയുന്നത് കൊണ്ടല്ല. വരുമാനമെല്ലാം ഉണ്ടെങ്കിലും ഞങ്ങൾ ഇങ്ങനെ ചെയ്യുള്ളൂ എന്ന് തീരുമാനിക്കുന്നത് അധികാര വികേന്ദ്രീകരണത്തോട് UDFന്റെ മനോഭാവത്തെയാണ് തെളിയിക്കുന്നത്. അതങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചാൽ ഇടതുപക്ഷ മുന്നണി അങ്ങനെ സമ്മതിക്കൂല. നിങ്ങൾ അങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാ കാര്യങ്ങളും അങ്ങനെ കണ്ടു നിന്ന് കളയും എന്ന് കരുതേണ്ടതില്ല. ഞങ്ങൾ അതിശക്തമായ സമരത്തിലൂടെ തീരുമാനങ്ങൾ മാറ്റിക്കും. ഞങ്ങളുടെ കരുത്തിലൂടെ ജനാധിപത്യപരമായ പ്രവർത്തനത്തിലൂടെ നിങ്ങളെ മാറ്റം വരുത്താൻ ഞങ്ങൾക്ക് കഴിയും. ആ മാറ്റം നിങ്ങളെല്ലാം ആരും വരുത്തേണ്ടി വരും ഇവിടെ. അതുകൊണ്ട് ഈ നിലപാട് ഗവൺമെന്റ് തിരുത്തണം. ആ ഗവൺമെന്റ് നിലപാട് തിരുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ സമരവുമായി ഞങ്ങൾ വരുന്നത്. മറ്റു രാഷ്ട്രീയ പ്രശ്നങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല, മറ്റു സഹാക്കൾ ഇവിടെ പറയുമെന്നുള്ളത് കൊണ്ട്. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, അത് നഗരപാലിക നിയമത്തിന്റെ ഭാഗമായിട്ടും ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, അത് പഞ്ചായത്ത് രാജ് ആക്ടിന്റെ അമെന്റ്മെന്റിന്റെ ഭാഗമായിട്ടും അധികാരത്തിലിരിക്കുന്ന ആളുകൾക്ക് പ്രവർത്തിക്കണമെങ്കിൽ അധികാരം മാത്രം പോരാ, സമ്പത്തും കൂടി വേണം. അതുകൊണ്ടാണ് പ്ലാൻ ഫണ്ടിന്റെ 40% നാട്ടിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് നൽകാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിക്കുകയും അത് അക്ഷരം പ്രതി നടപ്പാക്കുകയും ചെയ്തത്. ജില്ലാ പഞ്ചായത്തുകളിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് ഇടതുപക്ഷ മുന്നണി ഭരിച്ച 10 കൊല്ലവും വാങ്ങിയ ജില്ലാ പഞ്ചായത്ത് ഏതാ? മലപ്പുറമാണ്. മലപ്പുറം വാങ്ങാൻ കാരണം ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത് എവിടെയാണ്? മലപ്പുറത്താണ്. മലപ്പുറത്ത് ഏതെങ്കിലും ഒരു ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തരം കാര്യങ്ങളിൽ ആ ഗവൺമെന്റ് എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന് 10 കൊല്ലം പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ?
ഏതെങ്കിലും ഒരു പഞ്ചായത്ത് മെമ്പർമാർ പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഞങ്ങളോട് രാഷ്ട്രീയം നോക്കി വൈദ്യുതിയാതന ബുദ്ധി ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് കാണിച്ചു. കഴിഞ്ഞ കൊല്ലം തന്ന ഫണ്ട് ഇക്കൊല്ലം വെട്ടിക്കുറച്ചു, അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും നിലവാരത്തിലുള്ള തോത് കുറച്ചു എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. എന്താ പറയാത്തത്? അനുഭവിക്കുന്നവരെല്ലാം ജനങ്ങളാണ്. നമ്മൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴെല്ലാം രാഷ്ട്രീയമായി കക്ഷി തിരിഞ്ഞു നിൽക്കും. തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നാൽ എല്ലാവരുടെയും ഗവൺമെന്റ് നമ്മൾ തന്നെയാണ്. കേരളത്തിൽ ഇടതുപക്ഷത്തിന് വേറെ മുഖ്യമന്ത്രി ഇല്ല. വി.ഡി. സതീശൻ തന്നെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. തൃപ്രങ്കോട് പഞ്ചായത്തിൽ ഇടതുപക്ഷത്തിനും പ്രതിപക്ഷത്തിനും വേറെ പ്രസിഡന്റ് ഇല്ല. എല്ലാവർക്കും കൂടി ഒരു പ്രസിഡന്റ് ആണ്. അപ്പൊ ഭരണസമിതി എല്ലാവരുടേതുമാണ്. പ്രത്യേകിച്ച് ജനകീയാസൂത്രണ പദ്ധതി അവതരിപ്പിച്ചുകൊണ്ട് മഹാനായ സഖാവ് EMS പറഞ്ഞത്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പഞ്ചായത്തിൽ തദ്ദേശ ഭരണ സ്ഥാപനത്തിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രതിപക്ഷവും ഭരണപക്ഷവും ഇല്ല. പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ വ്യത്യാസമില്ലാതെ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് വേണ്ടി, ആ നാട്ടിന്റെ വികാസത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് തോളോട് തോൾ ചേർന്ന് ഈ നാട്ടിന് വേണ്ടി നിങ്ങൾ നിർവഹിക്കേണ്ട ഒരു സ്തുത്യർഹമായ സേവനമാണ് എന്നാണ് സഖാവ് EMS വിഭാവനം ചെയ്തത്. അതിനെല്ലാം ഘടകവിരുദ്ധമായ സമീപനം വി.ഡി. സതീശൻ എന്ന ഒരാൾ ഇപ്പോൾ ഇറങ്ങി ചെയ്യുമ്പോൾ അതിന് കുടപിടിക്കുന്ന, ചൂട്ടുപിടിക്കുന്ന, കൂട്ടുനിൽക്കുന്ന നിലപാട് മുസ്ലിം ലീഗ് സ്വീകരിക്കുമ്പോൾ അതെല്ലാം കണ്ടു നിൽക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ തയ്യാറല്ല എന്ന പ്രഖ്യാപനമാണ് ഈ സമരത്തിലൂടെ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. ആ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ ഈ നാട്ടിലെ UDF-ന്റെ ഗവൺമെന്റ് തയ്യാറാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ധർണാ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദനങ്ങൾ അർപ്പിക്കുന്നു.